ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസ് പേപ്പർ ഇന്നത്തത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ക്യാമ്പയിനിങ് എൻഡ്സ് ഇൻ 94 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറഞ്ഞ ന്യൂസാണ്. നമുക്കറിയാം ലോക്സഭ ഇലക്ഷൻ 18ാം ലോക്സഭയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 18th ലോക്സഭയാണ് നിലവിൽ വരാൻ പോകുന്നത്. അത് 7 ഫേസസ് ആയിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. അതിൽ സെക്കൻഡ് ഫേസിൽ ഏപ്രിൽ 26 നമ്മൾ വോട്ട് ചെയ്തു. കേരളം ഉൾപ്പെടുന്ന പല സ്റ്റേറ്റുകളിലും വോട്ട് ചെയ്തു. ഇനി ഒരു 5 ഫേസ് കൂടെയുണ്ട്. അതിൽ തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യാൻ തേർഡ് ഫേസ് മറ്റന്നാൾ നടക്കുകയാണ്, നാളെ നടക്കുകയാണ് ഇലക്ഷൻ. അപ്പൊ അതാണ്. പിന്നെ സെർച്ച് ഓൺ ഫോർ മിലിറ്റൻസ് ആഫ്റ്റർ IAF കോൺവോയ് അറ്റാക്ക്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ പറയാനൊന്നുമില്ല. ഒരു മിലിറ്ററി ഇന്ത്യൻ എയർഫോഴ്സ് കോൺവോയ് അറ്റാക്ക് ചെയ്തു കാശ്മീരിൽ. അതിൽ ഒരു നമ്മളുടെ ജവാൻ കൊല്ലപ്പെട്ടു. അതാണ്. പിന്നീട് ബംഗാൾ ഗവർണർ സ്റ്റാഫേഴ്സ് ടു ഇഗ്നോർ സമ്മൺസ്. ഈ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്, അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഇപ്പോൾ ബംഗാളിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പം ഈ ഗവർണേഴ്സിന് കുറച്ച് ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവർക്കെതിരെ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നതിന് കുറെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആനന്ദ ബോസ് ഗവർണറാണ്, മലയാളി IAS ഓഫീസറാണ്. ഓക്കെ, ഏത് സ്റ്റേറ്റിന്റെ ഗവർണറാണ്? വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ. പിന്നെ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു ന്യൂസ് ഉണ്ട്. PWDs to get quotas on all trains irrespective of concessional fares. The Ministry of Railways has approved quotas for people with disabilities. അവരാണല്ലോ PWD എന്ന് പറഞ്ഞത്, Peoples with Disabilities, on all trains irrespective of whether concessional fare facilities available or not. ചില ട്രെയിനുകളിൽ ഇപ്പൊ വന്ദേ ഭാരത് അല്ലെങ്കിൽ ഇപ്പൊ രാജധാനി പോലുള്ള ചില പ്രീമിയം ട്രെയിൻസിൽ ഇപ്പൊ കൺസെഷണൽ ടിക്കറ്റ് ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. പക്ഷെ അവയിൽ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഓടുന്ന എല്ലാ ട്രെയിൻസിലും PWD ആയിട്ടുള്ള ആൾക്കാർക്ക് കൺസെഷണൽ ഫെയർസ് കൊടുക്കാൻ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് തീരുമാനിച്ചു. അതാണ് ഇവിടുത്തെ ഒരു ന്യൂസ്. അത് അറിഞ്ഞിരിക്കുക. മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഹാസ് അപ്രൂവ്ഡ് quotas for peoples with disabilities PWDs on all trains irrespective of whether concessional fare facilities available or not. അപ്പോൾ according to railway sources, the quota will be earmarked on all reserved express mail trains including രാജധാനി, ശതാബ്ദി, ഞാൻ പറഞ്ഞല്ലേ, വന്ദേ ഭാരത്, എല്ലാത്തിലും. അപ്പൊ അതൊരു ന്യൂസ് ആയിട്ട് ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് ഒരു സെക്കൻഡ്, നെക്സ്റ്റ് പേജ് പോകുമ്പോ അവിടെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും ഇല്ല, രാഷ്ട്രീയ ന്യൂസുകളാണ്. സത്യത്തിൽ ഇന്നത്തെ ഹിന്ദുവിൽ 2 എഡിറ്റോറിയൽസ് പോലും രാഷ്ട്രീയ എഡിറ്റോറിയൽസ് ആണ്. പക്ഷെ നമുക്ക് എഡിറ്റോറിയൽസ് വായിച്ചേ പറ്റൂ, അതുകൊണ്ട് നമ്മൾ വായിക്കും. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള ഇലക്ഷൻ. നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ ഉത്തർപ്രദേശിലെ അമേഠി ഒരു കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം മണ്ഡലമായിരുന്നു. അത് അനുപ അദ്ദേഹത്തിന്റെ അച്ഛന്റെയും ഒക്കെ മണ്ഡലമായിരുന്നു. പക്ഷെ അമേഠിയിൽ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് അദ്ദേഹം തോറ്റു. പിന്നീടാണ് അദ്ദേഹം വാരണാസിയിൽ നിന്ന് ഇവിടുത്തെ നമ്മളുടെ വയനാട്ടിൽ നിന്ന് അദ്ദേഹം ഇലക്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ലോക്സഭ മെമ്പറായി. ഇപ്രാവശ്യം അദ്ദേഹം അമേഠിയിൽ നിന്ന് വീണ്ടും മത്സരിക്കണമെന്നും സ്മൃതി ഇറാനിയെ തോൽപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തണമെന്നൊക്കെ അവിടുത്തെ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം അമേഠി അത്ര സുരക്ഷിത മണ്ഡലം അല്ല അദ്ദേഹത്തിന്. അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് കൂടുതൽ കോൺഗ്രസിന് സുരക്ഷിതമായിട്ടുള്ള ഒറ്റ മണ്ഡലമാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ കോൺഗ്രസ് ജയിച്ച ഒറ്റ മണ്ഡലത്തിലാണ്, അത് റായ്ബറേലിയിലാണ്. സോണിയാഗാന്ധി അവിടെ ജയിച്ചത്. സോണിയാഗാന്ധി ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല, പകരം അവർ രാജ്യസഭ വഴി MP ആയി. രാജ്യസഭ വഴി ഇൻഡയറക്ട്ലി MP ആവാമല്ലോ, ജനങ്ങളുടെ ഇടയിൽ മത്സരിക്കാതെ, അങ്ങനെയായി. എന്നിട്ട് അദ്ദേഹം റായ്ബറേലിയിലേക്ക് പോയി. അപ്പൊ റായ്ബറേലിയിലേക്ക് പോയതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. അപ്പൊ റായ്ബറേലിയിൽ മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ റായ്ബറേലിയിലുള്ള മത്സരം മുൻകൂട്ടി അനൗൺസ് ചെയ്യണമായിരുന്നു, മിനിമം ഒരു 6 മാസം തൊട്ട് 1 വർഷം മുമ്പ് വരെയെങ്കിലും. അതുപോലെ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആൾക്കാരെ കുറിച്ച് അവർക്ക് ഇദ്ദേഹം ഇവിടെയും മത്സരിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവണമായിരുന്നു. അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലായിരുന്നു അത് അനൗൺസ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, അപ്പം അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും. ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ല, ഈ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രഹെൻഷനാണ്. ആ ഒരു കോംപ്രഹെൻഷൻ വായിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി പ്ലസ് വൊക്കാബുലറി പവർ ഇംപ്രൂവ് ചെയ്യുക, അത് ആ പോയിന്റ് ഓഫ് വ്യൂ വായിക്കണം. അതുകൊണ്ടാണ് അത് വായിക്കേണ്ടത്. ഈ രണ്ടാമത്തെ എഡിറ്റോറിയലും അതുപോലത്തെ ഒരു എഡിറ്റോറിയലാണ് ഏണിംഗ് ഫോർ ചേഞ്ച് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഇതില് വേറൊന്നുമല്ല, കാശ്മീരില് ഇലക്ഷൻ ഇപ്പം നടക്കാൻ പോയാണ്, ലോക്സഭ ഇലക്ഷൻ. ഇപ്പൊ കാശ്മീരിൽ ലോക്സഭ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലോക്സഭ ഇലക്ഷനിൽ ഏത് ഇലക്ഷൻ ആണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ഇലക്ഷനാണ്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 2018 മോഡി ഗവൺമെന്റ് എടുത്ത് 2019 മോഡി ഗവൺമെന്റ് എടുത്ത് മാറ്റുന്നു. അതിനുശേഷം പിന്നീട് ഇലക്ഷൻ 19 ഇലക്ഷനിൽ വളരെ കുറവായിരുന്നു ഈ കാശ്മീരില്. ജമ്മുവിൽ അത്യാവശ്യം എപ്പോഴും ഇത് കാണും. ജമ്മുവിൽ ഹിന്ദുസാണ് കൂടുതൽ, അവിടെ BJPക്കാണ്
സ്ട്രെങ്ത്. പക്ഷേ കാശ്മീർ വാലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവിടെ മുസ്ലിംസ് മെജോറിറ്റിയാണ്, അവിടെ BJPക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. അവിടെ PDP, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, NC, നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ്, ഈ 3 പാർട്ടികൾക്കാണ് അത്യാവശ്യം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ അവിടെ കാശ്മീരിൽ ഇലക്ഷൻ നടക്കാൻ പോയാ. കഴിഞ്ഞ തവണ കാശ്മീരിൽ പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 8%, 10% ഒക്കെ ഇതുള്ളായിരുന്നു, എന്താണ് പോളിംഗ് രേഖപ്പെടുത്തിയുള്ള കാര്യം. അത് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം നടന്ന ഇലക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര ആയിട്ടുള്ള ജനങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവിടെ പോളിംഗ് പെർസെന്റേജ് ഭയങ്കരമായിട്ട് കൂട്ടാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്യാമ്പയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇന്നലെയും ഞാനൊക്കെ ഹിന്ദുവിലും മറ്റു പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ ഡൈനാമിക്സിനെ കുറിച്ചാണ്. അവിടെ യഥാർത്ഥത്തിൽ ഒരുമിച്ച് നിന്നാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിലേക്ക് ഒപ്പോസിഷൻ പാർട്ടീസ് എല്ലാം കൂടെ പോരാടിയത്. പക്ഷെ ഇപ്പൊ ഇലക്ഷനിൽ മത്സരിക്കാൻ ഒരുമിച്ചല്ല നിൽക്കുന്നത്. നാഷണൽ കോൺഫറൻസും PDPയും കോൺഗ്രസും ഒക്കെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ചും PDP സെപ്പറേറ്റ് ആയിട്ടാണ് ഇലക്ഷൻ മത്സരിക്കുന്നത്. അപ്പൊ അവിടെ ഡിവിഷൻ ഓഫ് വോട്ട്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ലഡാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ വേറൊരു യൂണിയൻ ടെറിട്ടറിയാണ്. മുമ്പ് കാശ്മീരിന്റെ ഭാഗമായിരുന്നു, ഇപ്പൊ കാശ്മീരിന്റെ ഭാഗമല്ല. ലഡാക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് മെജോറിറ്റി ഏരിയ ആണ്. അവിടെ BJP ആണ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഇപ്രാവശ്യം BJPക്ക് അവിടെ ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കാര്യം സോനം വാങ്ചുക് എന്ന് പറഞ്ഞ ലഡാക്കിലെ ഒരു എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ലഡാക്കിന് 6th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തണം, അതുപോലെ ലഡാക്കിനെ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ അജിറ്റേഷൻസ് ഒക്കെ നടത്തി. അതിന്റെ ഒരു ഇമ്പാക്ട് ആണെങ്കിൽ ഇലക്ഷനിൽ ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും അഡ്വാൻറ്റേജ് BJPക്ക് തന്നെയാണെന്നുള്ള രീതിയിലേക്കുള്ള എഡിറ്റോറിയലാണ് ലഡാക്കിലെ കാര്യം ഇവിടെ പറഞ്ഞത്. കാശ്മീർ വേറെ, ലഡാക്ക് വേറെ, ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതാണ് ഇന്നത്തെ ഹിന്ദുവിലെ രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇത് 2 പൊളിറ്റിക്കൽ എഡിറ്റോറിയൽസ്, പക്ഷെ 2 വായിക്കുക. പിന്നെ ഇവിടെ ഇറ്റ് ഈസ് ടൈം ടു ഓപ്പറേഷണലൈസ് ദ ഇന്ത്യൻ ഡിഫൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വായിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ ഒരു ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഇല്ല. ഡിഫൻസ് പഠന വിധേയമാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഇല്ല. അതേസമയത്ത് US-ലും ഓസ്ട്രേലിയയിലും ഈവൻ ചൈനയിലും ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ വരെ അവിടെയൊക്കെ ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കരുതിയിരുന്നത് ഇന്ത്യക്ക് ഒരു ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന്. അങ്ങനെ കരുതാൻ കാരണം RRU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുണ്ട്. അതെനിക്ക് പണ്ടേ അറിയാം, രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി എന്നാണ്. അത് ഗുജറാത്തിലാണ്. അറിഞ്ഞിരിക്കും അറിയാത്തവര്. RRU രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇന്ത്യക്കുണ്ട്. അത് ഗുജറാത്തിലാണ്. അതാണ് ഇന്ത്യയുടെ ഡിഫൻസ് യൂണിവേഴ്സിറ്റിനെ കരുതരുത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഡിഫൻസ് യൂണിവേഴ്സിറ്റി അല്ല, പക്ഷെ ഡിഫൻസുമായിട്ട് ബന്ധമുള്ളതാണ്. ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ തന്നെ വരുന്ന. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്ക് US-നെ അല്ലെങ്കിൽ ചൈനയൊക്കെ പോലുള്ള ഒരു ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് പേജിൽ ഇവിടെ ആകെപ്പാടെ ഒരു കാര്യം പറയാനുള്ളത് PMJAY കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്. PMJAY ഡിഡ് നോട്ട് റെഡ്യൂസ് പേഷ്യൻസ് ഹെൽത്ത് എക്സ്പെൻസസ് ചണ്ഡീഗഡ് സ്റ്റഡി എന്ന് പറഞ്ഞ് ഛത്തീസ്ഗഡ് സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ കാണാം. അതിനെ കുറിച്ചല്ല ഞാൻ ഇത് പറയാൻ പോണ. PMJAY എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. PMJAY പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് എന്നും അതിനെ വിളിക്കാറുണ്ട്. PMJAY പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 2018 ഇപ്പോഴത്തെ മോഡി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമാണ്. ആ സ്കീമിന്റെ എയിം ഈസ് ടു പ്രൊവൈഡ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ടു ദ BPL families and the amount prescribed in that scheme is maximum amount in each and every year. The eligible BPL families will get an amount of ₹5 lakhs for treatment per family ആണ്, per member അല്ല, per family ₹5 lakh per year കിട്ടും for treatment in government and private hospitals for tertiary and secondary treatment. ഇതാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞാൽ 2018 സ്റ്റാർട്ട് ചെയ്ത് 5 ലക്ഷം രൂപയാണ് അതിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 5 ലക്ഷം രൂപ പെർ ഇയർ പെർ ഫാമിലി. അതിൽ പിന്നീട് ഇൻഷുറൻസ് പ്രീമിയം ഒന്നും ആരും അടക്കേണ്ട. കാര്യം ഇതിനാവുന്ന കോസ്റ്റിന്റെ 60% സെൻട്രൽ ഗവൺമെന്റും 40% സ്റ്റേറ്റ് ഗവൺമെന്റും വഹിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻഷുറൻസ് പ്രീമിയം നമ്മളെ ഉപഭോക്താക്കൾ അടയ്ക്കേണ്ട. പക്ഷേ BPL ഫാമിലീസിനുള്ളവർക്ക് ഇത് എലിജിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ മോഡി ഗവൺമെന്റ് ഇപ്പം പറഞ്ഞേക്കുന്നത് അവർ അധികാരത്തിൽ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ 65 വയസ്സിൽ കൂടുതലുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനും, അത് ഇൻകം എന്ന പ്രശ്നമല്ല, എല്ലാവർക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞത്. 65 വയസ്സിൽ കൂടുതലുള്ളവർക്ക്, എല്ലാവർക്കും അതിൽ താഴെയുള്ളവർക്ക് BPL-കാർക്കേ കിട്ടുള്ളൂ. ഇത്
ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ്. ഇത് നടപ്പാക്കുന്നത് NHA ആണ്. NHA എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റി. അപ്പോൾ PMJAY പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കുന്ന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് സ്കീം നടപ്പാക്കുന്ന ആരെന്ന് വെച്ചാൽ NHA ആണ്, നാഷണൽ ഹെൽത്ത് അതോറിറ്റി ആണ്. MHA അല്ല, NHA ആണ്. NHA. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ an overview of സുഡാൻ സിവിൽ വാർ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട അല്ല, എന്നാലും അറിഞ്ഞിരിക്കണം. സുഡാൻ എന്ന് പറയുന്നൊരു ആഫ്രിക്കൻ കൺട്രി, ഇന്ത്യക്ക് ഉൾപ്പെടെ അവിടെ താല്പര്യങ്ങളുള്ളതാണ്. ഒരുപാട് ഓയിൽ നിക്ഷേപമുള്ള രാജ്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനൊക്കെ അവിടെ ഓയിൽ എക്സ്ട്രാക്ഷൻ ഒക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എക്സാക്ട്ലി, പക്ഷെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇപ്പോഴും. ഇത് ഒമർ അൽ ബഷീർ എന്ന് പറയുന്ന ഒരു ഡിക്റ്റേറ്ററാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഒമർ അൽ ബഷീർ വർഷങ്ങളോളം, ഒരു 10-30 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അയാൾ ഭരിച്ചു. ഒമർ അൽ ബഷീറിന്റെ അണ്ടറിൽ ഡാർഫർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അവിടുത്തെ ക്രിസ്ത്യൻസ്, അവിടെ മുസ്ലിം രാജ്യമാണ്, മൈനോറിറ്റി ക്രിസ്ത്യൻസിനെ ഭയങ്കരമായിട്ട് അവര് ഈ ഒമർ അൽ ബഷീറൊക്കെ പീഡിപ്പിച്ചു എന്നുള്ള പേരിൽ ഇയാളെ വാർ ക്രിമിനൽ ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്തു. ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഹേഗില്, നെതർലാൻഡ്സിലെ ഹേഗിലാണ് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അവർ ഒമർ അൽ ബഷീറിനെ വാർ ക്രിമിനൽ ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്തു. അപ്പൊ 2018-ലോ 19-ലോ ആണ്, എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, 18-ലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒമർ അൽ ബഷീറിനെ ഒരു മിലിറ്ററി കൂപ്പ് വഴി അവിടുത്തെ പട്ടാളം പുറത്താക്കി. ആ പട്ടാളം പുറത്താക്കിയിട്ട് അബ്ദൽ ഫത്ത അൽ ബുർഹാൻ എന്ന് പറഞ്ഞ ആൾ അവിടുത്തെ ഭരണം പിടിച്ചെടുത്തു. അബ്ദൽ ഫത്ത അൽ ബുർഹാൻ, ഇയാളാണ് ഇപ്പോഴത്തെ അവിടുത്തെ മിലിറ്ററി ഭരണാധികാരി. ഇങ്ങനെയാണ് അവിടെ ഈ ഒമർ അൽ ബഷീറിനെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴത്തേക്ക് അവിടെ വേറൊരു കാര്യം സംഭവിച്ചു. അവിടുത്തെ ഒരു വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ട്. ആ പാരാമിലിറ്ററി ഫോഴ്സിന്റെ പേര് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നാണ്, RSF. നമ്മൾ ഇവിടുത്തെ CRPF ഒക്കെ പോലെ അവിടെ RSF എന്ന് പറയുന്നൊരു പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ട്. ഇത് പട്ടാളത്തിനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദൽ ഫത്ത അൽ ബുർഹാൻ, പട്ടാള ഭരണാധികാരി. അപ്പൊ ഈ RSF എന്ന് പറയുന്ന റാപ്പിഡ് സിസ്റ്റം ഫോഴ്സ് അല്ല റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സ് അവിടെ ഉണ്ട്. അവരും ഇവരുമായിട്ട് പവർ സ്ട്രഗിളിലായി. ഇപ്പൊ ഈ RSFന്റെ ലീഡറിന്റെ പേര്, അയാൾ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു, എന്താ അബ്ദുള്ള ഹംദാൻ അങ്ങനെ എന്തോ ആണ്. അത് പഠിക്കണ്ട, പുള്ളി ഇപ്പം മുഹമ്മദ് ഹംദാൻ എന്നാണ് അയാളുടെ പേര്. മുഹമ്മദ് ഹംദാൻ, HAMDAN, മുഹമ്മദ് ഹംദാൻ. അപ്പൊ അയാളുടെ നേതൃത്വത്തിലുള്ള RSFും ഈ പട്ടാളവും തമ്മിൽ ഇപ്പൊ പവർ സ്ട്രഗിളായി. മര്യാദയ്ക്ക് പിന്നീട് പട്ടാള ഭരണം പിടിച്ചെടുത്ത, അല്ലെങ്കിൽ പട്ടാളം തന്നെ കുറച്ചു കാലം ഭരിച്ചുകൊണ്ടിരുന്നതിന് പതുക്കെ ഡെമോക്രസിയിലേക്ക് മാറാന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചത്, പട്ടാളം കുറെ പതുക്കെ വൃത്തികേടുകൾ കാണിക്കാൻ തുടങ്ങി. അപ്പൊ RSFും പട്ടാളം തമ്മിൽ പ്രശ്നമായി. അപ്പൊ അബ്ദുള്ള ഹംദാൻ എന്ന് പറയുന്ന ഈ RSFന്റെ ലീഡറും അവിടുത്തെ പാരാമിലിറ്ററിയുടെ ലീഡറും അവിടുത്തെ പട്ടാളത്തിന്റെ ഭരണാധികാരിയായ അബ്ദൽ ഫത്ത അൽ ബുർഹാൻ തമ്മിൽ വലിയ അടി നടന്നുകൊണ്ടിരിക്കുക. അത് അവിടെ സിവിൽ വാറിന് കാരണമായി. സുഡാനിലെ പല പ്രദേശങ്ങളിൽ ഇവർ രണ്ടുപേരും ഭയങ്കര ശക്തരാണ്. ഇവരൊക്കെ രണ്ടുപേരെ അണ്ടറിൽ ഒരുപാട് ഫോഴ്സ് ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയെടുത്ത് ഓരോരോ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. അപ്പം സുഡാനിൽ ഒരു സമാധാനമില്ല. അഫ്ഗാനിസ്ഥാനിലെ പോലെ എന്നും പ്രശ്നമാണ്. സുഡാന്റെ ക്യാപിറ്റൽ ഖാർത്തും ആണ്. ഖാർത്തും, KHARTOUM എന്നാണ് എന്റെ ഓർമ്മ സ്പെല്ലിംഗ്, ഖാർത്തും. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇത് വേണ്ട, അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഒരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാല് ഇവാലുവേഷൻ ഓഫ് ബിഡ്സ് ഫോർ നേവി സബ്മറൈൻ ഡീൽ അണ്ടർ വേ എന്നൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ നേവി കുറെ സബ്മറൈൻസ് വാങ്ങാൻ പോയാണ്. ഏതാണ്ട് 43,000 crore മുകളിലായിരിക്കും ഇന്ത്യ വാങ്ങാൻ പോകുന്ന ആ സബ്മറൈൻസ് ഡീലിന്റെ വാല്യൂ എന്നാ പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് 2 രാജ്യങ്ങളാണ് മെയിൻ ആയിട്ട്. ഇന്ത്യയുടെ നേവിക്ക് വേണ്ടിയിട്ടാണ് ഇത്. നേവിയുടെ ഇപ്പോഴത്തെ ചീഫിന്റെ പേര് അറിയാലോ, ദിനേശ് കുമാർ ത്രിപാഠി, ഇപ്പൊ പുതിയ നേവി ചീഫ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഈ നേവിക്ക് വേണ്ടി ഏതാണ്ട് 43,000 കോടിക്ക് മുകളിൽ 50,000 കോടിക്ക് മുകളിൽ വരും എന്നാ പറയുന്ന ഒരു ഡീലാണ് നടത്താൻ പോകുന്നത്, സബ്മറൈൻസ് വാങ്ങാൻ. ഈ സബ്മറൈൻസ് വാങ്ങാനുള്ള ഡീലിന് വേണ്ടിയിട്ട് മെയിൻലി ജർമ്മനിയും സ്പെയിനുമാണ് ബിഡ് ചെയ്യുന്നത്. ജർമ്മനിയും സ്പെയിനും. ജർമ്മനിയുടെ തൈസൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, TKMS, തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസ്. അതേ പേരെന്ന് എഴുതിയെടുത്താലും കുഴപ്പമില്ല, കാര്യം ഇതൊരിക്കൽ ഡീൽ ആർക്കും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഒന്നീ സ്പെയിനിന് കിട്ടും, അല്ലെങ്കിൽ ജർമ്മനിക്ക് കിട്ടും. ജർമ്മനിക്ക് കാര്യങ്ങൾ അത് മെയിൻലി പറയുന്നത് ജർമ്മനിലെ തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയാണ് മെയിൻലി ഇപ്പം ഇന്ത്യക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എന്നാ പറയുന്നത്. ഫൈനലി അത് തീരുമാനം എടുക്കും, അപ്പൊ നമ്മളത് എഴുതിയെടുത്താൽ മതി. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ താഴോട്ട് വരുമ്പോ ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. പിന്നെ ഇവിടെ ഉള്ള കാര്യം വെച്ചാൽ ട്രൂഡോ ഹെയിൽസ് റൂൾ ഓഫ് ലോ ആഫ്റ്റർ അറസ്റ്റ് ഇൻ സിഖ് സെപ്പറേറ്റിസ്റ്റ് കില്ലിംഗ്. ഹർദീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന സിഖ് തീവ്രവാദിയെ കില്ല് ചെയ്തു. ഹർദീപ് സിംഗ് നിജാർ, അത് കഴിഞ്ഞ വർഷം ജൂലൈയിലോ മറ്റോ ആണ്.
അതിനുശേഷം അത് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ സ്പൈ ഏജൻസി ഉപയോഗിച്ച് കില്ല് ചെയ്താണെന്ന് പറഞ്ഞ് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ഓപ്പൺ ആയിട്ട് അലിഗേഷൻ ഉന്നയിച്ചതിന്റെ പേരിൽ ഇന്ത്യയുടെയും കാനഡയുടെയും ബന്ധം ഒന്ന് വഷളാവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്ലോമാറ്റ്സിനെയൊക്കെ പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ വന്നായിരുന്നു കാനഡയിലും ഇന്ത്യയിലും. അപ്പം അതിനുശേഷം ഇപ്പം ഇന്ത്യ പറഞ്ഞ എവിഡൻസ് കാണിക്കാൻ പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞിട്ട് എവിഡൻസ് ഒന്നും കാണിച്ചില്ല. ഇപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള 2-3 ഗാങ്സ്റ്റേഴ്സിനെ കാനഡ അറസ്റ്റ് ചെയ്തു. കാനഡയിൽ താമസിക്കുന്നവരാണ്. അപ്പൊ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ അതാണ്, ഈ പഞ്ചാബിൽ നിന്നൊക്കെ അങ്ങോട്ട് പോകുന്ന ക്രിമിനൽസിന് യാതൊരു പ്രോബ്ലം ഇല്ലാതെ കാനഡയിൽ എങ്ങനെ താമസിക്കാൻ പറ്റുന്നു? അവരെ ഡോക്യുമെന്റ്സ് പോലും പ്രോപ്പർ ആയിട്ടുള്ള കാണത്തില്ല. അപ്പൊ കാനഡ യഥാർത്ഥം അവന്മാർ അവിടെ ഇട്ട് വളർത്തിയാണ്. എന്നിട്ട് ഇപ്പൊ അവിടുത്തെ ഗാങ്സ്റ്റർ റൈവലറിയിൽ ചിലപ്പോൾ കൊല്ലപ്പെട്ടതാവാന്നുള്ള സ്റ്റാൻഡ് അങ്ങനെ ഇന്ത്യക്ക് എടുക്കാൻ പറ്റും. ഇന്ത്യ ചിലപ്പോൾ കൊന്നത് തന്നെ ആയിരിക്കാം. പക്ഷേ ഈ ഗാങ്സ്റ്റേഴ്സിന് അവിടെ താവളം, അത് അവിടത്തുകാർ പോലും അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്ക് അവിടെ എങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നു, അവിടെ താമസിക്കാൻ പറ്റുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. ഇന്നലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാനഡയ്ക്ക് ഇന്ത്യക്ക് ഇടയിലുള്ള വിഷയം അങ്ങനെ നിൽക്കുന്നു. അടുത്തത്, ഇന്ത്യ ഹാസ് സ്ട്രിഞ്ചന്റ് നോംസ് ഫോർ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ലിമിറ്റ് സെന്റർ. അത് സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഹോങ്കോങ്ങിലോട്ടൊക്കെ കയറ്റുമതി ചെയ്ത ചില മസാലകളിൽ, ഇപ്പൊ എവറസ്റ്റ് എന്നോ MDH എന്നൊക്കെ പറയുന്ന കമ്പനികൾ നിങ്ങൾ TV-യിലൊക്കെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടായിരിക്കും. അവരുടെ മസാലകളിൽ, മസാല കമ്പനികളാണ് അവരെല്ലാം, പെസ്റ്റിസൈഡ് ലിമിറ്റ്, പെസ്റ്റിസൈഡ് ഒക്കെ കുറച്ചൊക്കെ കാണും, അതിന്റെ അളവ് കൂടുതലാണെന്ന് പറഞ്ഞ് അവർ അത് തിരിച്ചയച്ചു. അപ്പൊ ഇത് അപ്പോഴാണ് ഇഷ്യൂ ആയത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെയൊക്കെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള നോംസ് ഇന്ത്യയിലുണ്ട്, അത് FSSAI ആണ് തീരുമാനിക്കുന്നത്, അവർ കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത്. FSSAI നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ. അത്രയാണ് ആ പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ ന്യൂസുകളാണ്, അവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെയും ഫുൾ പൊളിറ്റിക്സ് ആണ്, അവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബിസിനസ് പേജ് മൺഡേയിൽ കാണൂല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സൺഡേ വരെ ബിസിനസ് പേജ് ആണ്, മൺഡേയിൽ ബിസിനസ് പേജ് ഇല്ല, അതുകൊണ്ട് മണി വേസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ 1-2 കാര്യങ്ങൾ അവിടെ പറയേണ്ടത് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത്, ആക്ടർ ബെർണാഡ് ഹിൽ ഓഫ് ടൈറ്റാനിക് ആൻഡ് ലോർഡ് ഓഫ് ദ റിംഗ്സ് ഹാസ് ഡൈഡ് അറ്റ് 79 എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട്. അത് ബെർണാഡ് ഹിൽ എന്ന് പറഞ്ഞ ആക്ടർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തീരെ ചുരുക്കമായിരിക്കും. ഇംഗ്ലീഷ് സിനിമകൾ പൊതുവെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ടൈറ്റാനിക് കണ്ടിട്ടുണ്ട്. ആ ടൈറ്റാനിക് സിനിമയിൽ കപ്പലിന്റെ ക്യാപ്റ്റനായിട്ട് അഭിനയിക്കുന്നത് ഇദ്ദേഹമാണ്, ബെർണാഡ് ഹിൽ. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, ചൈനയുടെ സി ജിൻപിങ് ഇൻ ഫ്രാൻസ് ഫോർ ടോക്സ് വിത്ത് മാക്രോൺ ഓൺ യുക്രൈൻ എന്നൊരു ന്യൂസ് കാണാം. ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ് 2019 ശേഷം പിന്നെ ഒരിക്കൽ പോലും യൂറോപ്പ് വിസിറ്റ് ചെയ്തിട്ടില്ല. യൂറോപ്പും US വിസിറ്റ് ചെയ്തിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഏതാണ്ട് 5 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം യൂറോപ്പ് വിസിറ്റ് ചെയ്യാൻ പോയി. യൂറോപ്പിലെ ഒരു രാജ്യമാണല്ലോ ഫ്രാൻസ്. അപ്പൊ ഫ്രാൻസുമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല ബന്ധം ചൈനയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ കഴിഞ്ഞ വർഷം ചൈനയും വിസിറ്റ് ചെയ്തായിരുന്നു. ഇവർ അങ്ങനെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടാണ്, ഫ്രാൻസിന്റെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ സി ജിൻപിങ് ഫ്രാൻസിലെത്തുന്നത്. ഇവർ തങ്ങളുടെ മെയിൻലി മീറ്റ് ചെയ്യാൻ പോകുന്നത് യുക്രൈൻ വിഷയത്തിന്റെ പേരിലാണ്. യുക്രൈൻ വിഷയം എന്താണെന്ന് നമുക്കറിയാം. യുക്രൈനും റഷ്യയും തമ്മിലുള്ള വാർ അൺഎൻഡിങ് വാർ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റഷ്യക്ക് വലിയ അഡ്വാൻസ്മെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്, റഷ്യൻ ഫോഴ്സസ് ക്ലെയിം ടു ഹാവ് സീസ്ഡ് വില്ലേജ് ഇൻ ഈസ്റ്റേൺ യുക്രൈൻ. കഴിഞ്ഞ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ 1-2 വില്ലേജസ് യുക്രൈന്റെ കയ്യിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്തതിന്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യക്കാണ് അവിടെ അഡ്വാൻസ്മെന്റ് ഉണ്ടാകുന്നത്. എന്തായാലും റഷ്യയുടെ മുകളിൽ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യമാണ് ചൈന. യുക്രൈന്റെ മുകളിൽ ഇൻഫ്ലുവൻസ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമാണ്. അപ്പൊ ഈ ചൈനയും ഫ്രാൻസും തമ്മിലുള്ള ടോക്സിൽ മെയിൻലി യുക്രൈൻ റഷ്യ വാർ എങ്ങനെ ഒരു അമിക്കബിൾ സൊല്യൂഷൻ കണ്ടെത്തി അവസാനിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയിരിക്കും. അപ്പൊ ചൈനയുടെ പ്രസിഡന്റ് ആഫ്റ്റർ 5 years വിസിറ്റിംഗ് എ യൂറോപ്യൻ കൺട്രി, ദാറ്റ് ഈസ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസിന്റെ പേര് പഠിച്ചു വെച്ചേക്കണം, LIC പാലസ് എന്നാണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസിന്റെ പേരാണ് LIC പാലസ്. പിന്നെ ഖത്തർ ബേസ്ഡ് ന്യൂസ് ചാനലായ അൽ ജസീറ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അൽ ജസീറ മിക്കവാറും പല രാജ്യങ്ങളിലും അൽ ജസീറയ്ക്ക് ഓഫീസസ് ഉണ്ട്. ഇസ്രായേലിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പട്ടാളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അൽ ജസീറ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അൽ ജസീറ പൂട്ടിച്ചു ഇസ്രായേലിൽ. അതാണ് ഒരു ന്യൂസ്. അത്രയാണ് ആ പേജിലെ ന്യൂസ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സ്പോർട്സിൽ യൂറോപ്യൻ ഫുട്ബോൾ ലീഗുകളെ കുറിച്ചൊക്കെ പറയാനുള്ളത് എപ്പോഴും ഞാൻ പറയുന്നതാണ്. ലാലിഗ നിങ്ങൾക്ക് അറിയാം, സ്പാനിഷ് ഫുട്ബോൾ ലീഗ്. ലാലിഗ ആരും ജയിച്ചു എന്ന് അറിഞ്ഞിരിക്കണം. ഇപ്രാവശ്യം റിയൽ മാഡ്രിഡ് ആണ്
ലാ ലിഗ വിൻ ചെയ്ത ലാ ലിഗ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് റിയൽ മാഡ്രിഡ്. അതുപോലെ ബുണ്ടസ് ലീഗ ജർമ്മൻ ഫുട്ബോൾ ലീഗ്, സീരി എ ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗ്, പിന്നീട് പ്രീമിയർ ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് EPL ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗ്. അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ ഇവിടെ കാണാം. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബജ്റംഗ് പൂനിയ തൽക്കാലത്തേക്ക് ഇന്ത്യയുടെ ആന്റി ഡോപ്പിംഗ് ഏജൻസി ബാൻ ചെയ്തു യൂറിൻ സാമ്പിൾസ് കൊടുക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ. ആന്റി ഡോപ്പിംഗ് ഏജൻസീസ് മെയിൻലി രണ്ടെണ്ണമാണ്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ ഉത്തേജക മരുന്നുകൾ, സ്പോർട്സിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനാണ്. പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സ്പോർട്സിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനാണ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഡോപ്പിംഗിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഏജൻസീസ് ആണ് ഇന്ത്യ ഗവൺമെന്റ് നാഡ നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസിയും ലോകത്തിന്റെ വാഡ എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ട്, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. അത് വേൾഡിന്റെയാണ്, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. പിന്നെ തോമസ് കപ്പും യൂബർ കപ്പ് ഇത് രണ്ടും ചൈന വിൻ ചെയ്തു. അത് പ്രത്യേകിച്ച് പഠിച്ചു വെച്ചേക്കണം. തോമസ് കപ്പും യൂബർ കപ്പും രണ്ടും ആര് വിൻ ചെയ്തു? ചൈന വിൻ ചെയ്തു. രണ്ടും എന്താണെന്ന് നിങ്ങൾക്ക് പലതവണ പറഞ്ഞു വെക്കണം. തോമസ് കപ്പ് പുരുഷന്മാർക്കുള്ള ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പും യൂബർ കപ്പ് സ്ത്രീകൾക്കുള്ള ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പും ആണ്. ഇനി ഇന്നലത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോവാം. ഇന്നലത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വിന്നിങ് ഓവർ വോട്ട്സ് ഇൻ ബോയ്ക്കോട്ട് ക്യാപിറ്റൽ. ഈ ഇന്ത്യൻ ഇലക്ഷൻസിന് എപ്പോഴും ബോയ്ക്കോട്ട് ചെയ്യുന്ന പ്രദേശമാണ് കാശ്മീർ. ആ കാശ്മീരിൽ പതുക്കെ ഇലക്ഷന് ഒരു പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ആണ് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത് പറഞ്ഞായിരുന്നു ഇന്നിപ്പോൾ ഹിന്ദു എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. പിന്നെ സെൻട്രൽ ലിഫ്റ്റ്സ് എക്സ്പോർട്ട് ബാൻ ഓൺ ഒനിയൻ ബട്ട് കണ്ടീഷൻസ് അപ്ലൈ എന്നൊരു ന്യൂസ്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇന്ത്യയിൽ ഉള്ളിയുടെ കയറ്റുമതി നിരോധിച്ചിരിക്കുകയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒരെണ്ണമാണ്. അതുകൊണ്ട് തന്നെ ലോക മാർക്കറ്റിൽ ഉള്ളിയുടെ പ്രൈസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു. അപ്പം ഈ ഉള്ളി ഭയങ്കരമായിട്ട് ഉത്പാദിപ്പിക്കുന്ന ചില സ്റ്റേറ്റിലാണ് മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകൾ. അവിടേക്ക് ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ടായിരിക്കും അവിടുത്തെ കർഷകർക്കൊക്കെ ഇതിന്റെ പേര് ഭയങ്കര വിരോധം സെൻട്രൽ ഗവൺമെന്റിനോട് ഉണ്ടായിരുന്നു, ഈ ഉള്ളി ഒനിയൻ എന്ന് പറയുന്ന സംഭവത്തിന്റെ എക്സ്പോർട്ട് ബാൻ ചെയ്തതുകൊണ്ട്. എന്തായാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ ബാൻ ഇന്നലെ തൽക്കാലത്തേക്ക് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിന്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ പിന്നെ താഴോട്ടുള്ള ന്യൂസുകൾ നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നെക്സ്റ്റ് പേജിലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിനടുത്ത പേജില് ഈ പേജുകളിലൊന്നും പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും ഇല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇവിടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് വിത്ത് ഇന്ത്യ എ റിയൽ ഗെയിം ചേഞ്ചർ UK എന്ന് പറയുന്ന ന്യൂസ് കാണാം. അത് ഈ ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് എന്ന് പറയുന്ന സംഗതി ഇന്ത്യക്ക് പല രാജ്യങ്ങളുമായിട്ടുണ്ട്, US-ഉമായിട്ടും ഒക്കെ ഉള്ളതാണ്. അപ്പൊ UK-യുമായിട്ട് ഈ റീസെന്റ് ആയിട്ട് ഒരു ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് ഉണ്ടാക്കി. ഈ US-ഉമായിട്ട് ഓൾറെഡി ലിമോവ എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ട്, LEMOA, ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ് എന്നാണ്. അത് ഇന്ത്യ US തമ്മിലുള്ളതാണ്. ഇന്ത്യ US അത് 5-6 വർഷം മുമ്പ് ഉണ്ടായതാണ്. ഇന്ത്യ US ലിമോവ എഗ്രിമെന്റ്, ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ്. ഇതിപ്പം UK-യുമായിട്ട് ഉണ്ടാക്കിയ ലോജിസ്റ്റിക്സ് എഗ്രിമെന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്, UK ബ്രിട്ടനുമായിട്ട്. ഈ ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ എയർഫോഴ്സിന്റെയും നേവിയുടെയും ആർമിയുടെയും ഒക്കെ ലോജിസ്റ്റിക്സ്, ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ പോർട്ട്, ഇപ്പം ഇന്ത്യൻ നേവിക്ക് ഒരു പോർട്ട് ഉണ്ടെങ്കിൽ ആ പോർട്ട് US നേവിക്കോ UK നേവിക്കോ ഒക്കെ നമ്മളായിട്ട് അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ വന്ന് അവർക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. തിരിച്ച് അവരുടെ പോർട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അത് വരുന്നത് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്. ഇതില് ഈ ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് ഉപയോഗിച്ച് ഈ ഇടയ്ക്ക് ബ്രിട്ടന്റെ ഒരു നേവൽ ഷിപ്പ് ഇന്ത്യയിൽ വന്ന് റിപ്പയർസ് ഒക്കെ നടത്തി. അത് L&Tയുടെ അത് പക്ഷേ ഗവൺമെന്റ് അല്ല, L&Tയുടെ ഷിപ്പ് യാർഡിലാണ്. L&Tക്ക് ഷിപ്പ് യാർഡ് ഉണ്ട് ഇന്ത്യയിൽ. L&Tയുടെ ഷിപ്പ് യാർഡ് വേറെ പല സ്ഥലങ്ങളിലും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാട്ടുപള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്. കാട്ടുപള്ളി ഷിപ്പ് യാർഡ് ആർക്കുള്ളയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് L&Tയുടെ കാട്ടുപള്ളി. അത് തമിഴ്നാടിലാണ്. കാട്ടുപള്ളി എവിടെയാണ്? TN തമിഴ്നാട്ടില്. L&Tയുടെ ഷിപ്പ് യാർഡ്. L&T എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ലാർസൺ ആൻഡ് ടൂബ്രോ. അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് L&T. ഇന്ത്യയുടെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് DLF. ഇത് വേറെ. ഇത് റിയൽ എസ്റ്റേറ്റ്, അതായത് ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള കൺസ്ട്രക്ട് ചെയ്യുന്ന, വില്ലകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി DLF-ഉം ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി L&T ആണ്. ഓക്കെ, പിന്നെ in mission to trigger review of state OBC list, NCBC hits അത് ഇതിൽ അറിയേണ്ടത് NCBC എന്താണെന്നാണ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്.
നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഉണ്ട് NCW, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഉണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഉണ്ട് NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട് NHRC, അതുപോലെ ബാക്ക്വേർഡ് ക്ലാസസ് OBCസിന് വേണ്ടിയിട്ടുള്ള നാഷണൽ കമ്മീഷനാണ് NCBC, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അതിന്റെ ചെയർമാൻ ആരെന്ന് അറിഞ്ഞിരിക്കണം, ഹൻസ്രാജ് ഗംഗാറാം അഹിർ, NCBCയുടെ ചീഫ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ഇതൊറ്റ പേരാണ്, ഒരാളാണ്, ഹൻസ്രാജ് ഗംഗാറാം അഹിർ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ചെയർപേഴ്സൺ NCBCയുടെ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്സ് ആണ്, ആ പേജ് ഒന്നും വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെയും വേറെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബിസിനസ് പേജാണ്. ബിസിനസ് പേജില് കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പ്രോഫിറ്റിനെ കുറിച്ചൊക്കെ ന്യൂസ് ഉണ്ട്. ഈ കോട്ടക് മഹീന്ദ്ര ബാങ്കാണ് ഈ ഇടയ്ക്ക് കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണങ്ങളൊക്കെ നേരിടേണ്ടി വന്ന. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് സൈബർ സെക്യൂരിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ കുറച്ച് വീഴ്ചകൾ വരുന്നു കണ്ടെത്തിയിട്ട് ഇപ്പം ചില ഓൺലൈൻ വഴിയുള്ള ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് വെച്ചേക്കാണ്, ബാൻ ചെയ്ത് വെച്ചേക്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ കേസിൽ. പക്ഷെ അവർ പ്രോഫിറ്റ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിസൾട്ട് വന്നപ്പം കോട്ടക് മഹീന്ദ്ര ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് ഉദയ് കോട്ടക് ആണ്. ഉദയ് കോട്ടക് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ബാങ്കറാണ് അദ്ദേഹം, ഉദയ് കോട്ടക്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ഉദയ് കോട്ടക്. റിച്ചസ്റ്റ് ബാങ്കർ ഇൻ ഇന്ത്യയാണ് ഉദയ് കോട്ടക്. ഉദയ് കോട്ടക് സ്റ്റാർട്ട് ചെയ്ത ബാങ്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയാണ്ട്, NCLT അത് പഠിച്ചു വെച്ചാണ്. NCLT അത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. NCLT ലോക്സ് 43% റൈസ് ഇൻ ഡെറ്റ് റെസൊല്യൂഷൻ കേസസ് സേസ് IBBI. NCLT പഠിക്കണം, IBBI പഠിക്കണം. ഈ ഡെറ്റ് റെസൊല്യൂഷൻ ഉദ്ദേശിക്കുന്ന IBC യെ കുറിച്ചാണ്. IBC 2016 എന്നുള്ളൊരു നിയമമുണ്ട്, അത് ഉപയോഗിച്ചാണ് ഈ ഡെറ്റ് റെസൊല്യൂഷൻ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഇത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറയാണ്. ഇന്ത്യയില് ഈ കോർപ്പറേറ്റുകൾ ബാങ്കുകൾക്ക് കൊടുത്തു തീർക്കാനുള്ള കടങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി 2016 അരുൺ ജെയ്റ്റ്ലി ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന നിയമമാണ് IBC 2016, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ഈ നിയമം ഭയങ്കര ശക്തിയുള്ള നിയമമാണ്. അതായത് ഈ ബാങ്കുകളിൽ നിന്ന് ഇപ്പൊ കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ കോടികൾ തിരിച്ചടയ്ക്കാതിരിക്കുന്ന ആൾക്കാരെ, അവരുടെ കമ്പനികളെയൊക്കെ ഈ ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള ബാങ്കുകൾക്ക്, ലെൻഡേഴ്സ് ആയിട്ടുള്ള ബാങ്കുകൾക്ക് NCLTയിലേക്ക് കൊണ്ടുപോകാം ഈ നിയമം ഉപയോഗിച്ച്. IBC 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്നുള്ള നിയമം ഉപയോഗിച്ച് NCLTയിലേക്ക് കൊണ്ടുപോകാം. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അതൊരു കോടതിയാണ്. ആ കോടതിയിൽ ഈ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കോടതിയാണ്. അത്തരത്തിലുള്ള സ്പെഷ്യൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കോടതികളെയാണ് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിലേക്ക് IBC 2016 ഉപയോഗിച്ച് ഒരു കമ്പനി കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാതിരുന്നാൽ 180 ദിവസം കണ്ട് കഴിയുമ്പോഴത്തേക്ക് ആ ബാങ്കുകൾക്ക് അവരെ ഈ കോടതിയിലേക്ക് കൊണ്ടുപോകാം. ആ കോടതിയിൽ വെച്ച് മനഃപൂർവ്വം ഇവർ ഈ പൈസ തിരിച്ചടയ്ക്കാത്തതാണെങ്കിൽ ഈ കോടതി ഈ കമ്പനിയെ ലേലം ചെയ്യാൻ പറയും. ആ കമ്പനിയെ ലേലം ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ഓണറിനെ ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ കമ്പനിയുടെ ഓണറിനെ മുന്നിൽ വെച്ച് വേറെ ആൾക്കാർ ആ കമ്പനി ലേലം ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെയാണ് ടാറ്റ ഈ ഇടയ്ക്ക് ഭൂഷൺ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു കമ്പനിയെ ഏറ്റെടുത്തത്. ഭൂഷൺ സ്റ്റീൽ. അങ്ങനെ ആണ് SR ഓയിൽ എന്ന് പറയുന്ന കമ്പനിയെ റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് ഏറ്റെടുത്ത്. അതാണ് ഇപ്പം നയര എന്ന് പറയുന്ന കമ്പനിയായി മാറി. ഇപ്പം നമ്മൾ വഴിയിലേക്ക് പോകുമ്പം നയര NAYAR എന്ന് എഴുതിയ പെട്രോൾ പമ്പുകൾ കാണാം. അത് റഷ്യൻ കമ്പനിയാണ്. അത് യഥാർത്ഥ SR ഓയിൽ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയായിരുന്നു. അവർ പൈസ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് IBC 2016 നിയമം ഉപയോഗിച്ച് NCLT നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിലേക്ക് അവർക്ക് പൈസ കൊടുത്ത ബാങ്കുകൾ അവരെ കൊണ്ടുപോയി അവിടെ വെച്ചത് ലേലം ചെയ്യപ്പെട്ടു. ലേലം ചെയ്യുമ്പോൾ കമ്പനിയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ആ ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റൂല, വേറെ ആൾക്കാർക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റും. അങ്ങനെ ലേലത്തിൽ പങ്കെടുത്ത് പിടിക്കുന്ന പൈസ ബാങ്ക് കൊടുക്കും. അതാണ് എൻ്റെ പരിപാടി. അങ്ങനെയാണ് ഈ ഡെറ്റ് റെസൊല്യൂഷൻ നടത്തുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ അതിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതിന്റെ അങ്ങേ വർഷത്തെ അപേക്ഷിച്ച് 43% ഇംപ്രൂവ്മെന്റ് ഉണ്ടായത്. ഇതിൽ IBB എന്താണെന്ന് പറഞ്ഞിരിക്കുക, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. IBB എന്താണ്? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അത് എന്താണെന്ന് വെച്ചാൽ IBC 2016 ഇന്ത്യയിൽ നടപ്പാക്കേണ്ടത് IBBI മുഖേനയാണ്. IBBI എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിയുക്തമായിട്ടുള്ള ഒരു റെഗുലേറ്റർ പോലെ ആക്ട് ചെയ്യുന്ന ഏജൻസിയാണ് IBBI, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. കോടതി NCLT ആണ്. NCLT കഴിഞ്ഞിട്ട് NCLT അപ്പീൽ പോയി NCLAT പോവാം, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഇവിടെ നിന്ന് അപ്പീൽ ചെയ്ത് സുപ്രീം കോടതിയിലേക്കും പോവാം. അവിടെ വരെ പറ്റൂ. അതുകൊണ്ട് പെട്ടെന്നെല്ലാം കഴിയും. ഓക്കെ,
അപ്പോൾ അതാണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കാം. പിന്നെ IDBI ബാങ്കിനെ കുറിച്ചൊക്കെ ഉണ്ട്. പിന്നെ വേറെന്താ പറയാനുണ്ട്, ഈ പേജിൽ ഇത്രയൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പേജുകളിലേക്ക് പോവാം. സയൻസ് പേജൊക്കെ സൺഡേ വരുന്നൊരു പേജാണ്, നമുക്ക് വേണ്ട. FAQ പേജിൽ R&AW റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയാണ്. ഇവിടെ R&AW എന്ന് എഴുതിയിരിക്കുന്നത് ഓവർസീസ് ഓപ്പറേഷൻസ് അഫക്ടൈസ്. അത് വേറൊന്നുമല്ല, ഇന്ത്യ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് പല രാജ്യങ്ങളിലും റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെന്നൊരു അലിഗേഷൻ ഉണ്ട്. അത് US, ഓസ്ട്രേലിയയില്, കാനഡയില്, ബ്രിട്ടനില്, പിന്നെ പാകിസ്ഥാനിൽ. ഈ 5 രാജ്യങ്ങളിലാണ് ഇപ്പം അലിഗേഷൻ ഉണ്ടായേക്കുന്നത്. ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഓൾറെഡി പാകിസ്ഥാനായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ മോശമാണ്. കാനഡയായിട്ടുള്ള ബന്ധവും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മോശമാണ്. കാര്യം 1973 കണ്ട ശേഷം ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോലും കാനഡ വിസിറ്റ് ചെയ്തിട്ടില്ല. കാര്യം അന്നോട്ടേ അവർ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രൈം മിനിസ്റ്ററും, ഇന്ദിരാഗാന്ധി തൊട്ട് അങ്ങോട്ട് ഒരു പ്രൈം മിനിസ്റ്ററും കാനഡ വിസിറ്റ് ഇല്ല. അപ്പൊ ഈ 2 രാജ്യങ്ങൾ അവിടെ വിട്ടേക്കുക. ബാക്കി ഓസ്ട്രേലിയയുമായിട്ട് US-ഉമായിട്ടും ബ്രിട്ടനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. അപ്പൊ ആ ബന്ധം ഈ പ്രശ്നങ്ങൾ കൊണ്ട് മോശമാവോ എന്നുള്ള രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ്. പക്ഷെ അങ്ങനെ ആവൂല എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ കേജ്രിവാൾ ജയിലിൽ ഇരുന്നുകൊണ്ട് ഭരിക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ന്യൂസുകളും ഒക്കെയാണ്. പിന്നെ ഇതെവിടെയൊന്നും പറയാനില്ല. ഇനി വേൾഡ് പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വേൾഡ് പേജിൽ എന്തൊക്കെ ന്യൂസ് ഉണ്ടെന്ന് നോക്കാം. വേൾഡ് പേജിൽ ആദ്യം ഒരു ന്യൂസ് ഉള്ളതെന്നുള്ളത് വെച്ചാൽ സ്പെയിൻ റിജക്ട്സ് അർജന്റീനാസ് ക്ലെയിം ദാറ്റ് PM സാഞ്ചസ് ഈസ് റൂയിനിങ് ദ കൺട്രി. സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? പെഡ്രോ സാഞ്ചസ് ആണ് സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ. പെഡ്രോ സാഞ്ചസ് സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? പെഡ്രോ സാഞ്ചസ് ആണ്. അതുപോലെ അർജന്റീനയുടെ പ്രൈം മിനിസ്റ്റർ ജാവിയർ മിലേയി ആണ്. അർജന്റീനയുടെ പ്രൈം മിനിസ്റ്ററായ ജാവിയർ മിലേയി സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാഞ്ചസ് സ്പെയിൻ എന്നുള്ള രാജ്യത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. അതിനെക്കുറിച്ച് ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങളാണ്. പെഡ്രോ സാഞ്ചസ് സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ, ജാവിയർ മിലേയി എവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആണ്? അർജന്റീനയുടെ പ്രൈം മിനിസ്റ്റർ. പിന്നെ സാദിഖ് ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാനി ഒറിജിനൽ ആയിട്ടുള്ള ആള് വീണ്ടും ലണ്ടന്റെ മേയറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. തുടർച്ചയായിട്ട് 3ാമത്തെ തവണയാണ് ലണ്ടന്റെ മേയറായിട്ട് സാദിഖ് ഖാൻ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഋഷി സുനാക് ഇപ്രാവശ്യം അവിടെ ഇലക്ഷനിൽ പരാജയപ്പെടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ പൊസിഷനിൽ ഋഷി സുനാക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റികളിലൊന്നായ ലണ്ടന്റെ മേയർ സ്ഥാനത്ത് നിന്ന് സാദിഖ് ഖാൻ ഉടനെ പോകില്ല. വീണ്ടും അദ്ദേഹം തന്നെ അവിടെ എലക്ട് ചെയ്യപ്പെട്ടു. അപ്പൊ അതൊക്കെയാണ് അവിടെ വേൾഡ് പേജിൽ പറയാനുള്ളത്. പിന്നീട് സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. ഇനിയിപ്പോൾ അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പിന്നെ മാക്സ് വെർസ്റ്റപ്പൻ വീണ്ടും വിജയം തുടർന്നുകൊണ്ടിരിക്കുന്നു. മിയാമി ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്ന F1 റേസ് വീണ്ടും മാക്സ് വെർസ്റ്റപ്പൻ തന്നെ വിജയിച്ചു. പിന്നെ ISL ഇന്ത്യൻ സൂപ്പർ ലീഗ് അത് ആര് ജയിച്ചെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. മുംബൈ സിറ്റി വിൻ ചെയ്തു. മുംബൈ സിറ്റി എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബാണ് മോഹൻ ബഗാനെ തോൽപ്പിച്ചുകൊണ്ട് ISL ഇന്ത്യൻ സൂപ്പർ ലീഗ് വിജയിച്ചത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെയും ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, നോട്ട്സ് എഴുതുക.